നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎയിൽ നിന്നും ബിജെപിയുടെ അംഗമായ ഓം ബിർള വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാത്തതിനാൽ കോൺഗ്രസും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് നിലവിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബിജെപിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. 240 എംപിമാരാണ് നിലവിൽ ലോക്സഭയിൽ ബിജെപിക്കുള്ളത്. 543 അംഗ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 273 എംപിമാർ വേണം. എൻഡിഎ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ കേന്ദ്ര സർക്കാരിന് 290 എംപിമാരുടെ പിന്തുണ നിലവിലുണ്ട്. ഇതിൽ 16 എംപിമാരുള്ള ടിഡിപി, 12 എംപിമാരുള്ള ജെഡിയു എന്നിവരാണ് സർക്കാർ രൂപീകരണത്തിൽ ബിജെപിയെ സഹായിച്ചത്. മറുവശത്ത് ഇന്ത്യ മുന്നണി ആവട്ടെ 235 സീറ്റുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 99 സീറ്റുള്ള കോൺഗ്രസ് ആണ് മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. എസ് പിക്ക് 37 സീറ്റുകളും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 29 സീറ്റുകളും സ്റ്റാലിന്റെ DMKക്ക് 22 സീറ്റുകളും ഉണ്ട്. നിലവിലെ സീറ്റ് നില അനുസരിച്ച് ഓം ബിർളയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. ഈ സീറ്റ് നില അനുസരിച്ച് പോലും നിലവിലെ സാധ്യതകളെല്ലാം തെളിയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായ ഓം ബിർളയ്ക്ക് തന്നെയാണ്. പക്ഷേ മുൻ വർഷത്തെ അപേക്ഷിച്ച് സീറ്റുകൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. അതേസമയം ഈ ഇരു മുന്നണിയിലും ഇന്ത്യ പക്ഷത്തോ അല്ലെങ്കിൽ എൻഡിഎ പക്ഷത്തോ നിൽക്കാത്ത 18 എംപിമാർ കൂടി നമ്മുടെ ലോക്സഭയിലുണ്ട്. ഇതിൽ 4 പേർ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCPയിൽ നിന്നുള്ള എംപിമാരാണ്. എൻഡിഎയുടെ സഖ്യകക്ഷിയായ ടിഡിപി ഇതിനോടകം തന്നെ ജഗൻമോഹൻ റെഡ്ഡിയോടുള്ള പ്രതികാര നടപടികൾ ആന്ധ്രാപ്രദേശിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജഗൻ പാർലമെന്റിൽ വിലപേശുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തകർന്ന് തരിപ്പണമായ YSRCPയെ മോദിയും രാഹുലും ബന്ധപ്പെടുകയും ചെയ്യും. കാരണം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമാണ്. പക്ഷെ ഇക്കുറി ആരുടെ പൊളിറ്റിക്സിലായിരിക്കും ജഗൻ വീഴാൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എൻഡിഎയിലും ഇന്ത്യ മുന്നണിയിലും ഭാഗമല്ലാത്ത ഈ 18 എംപിമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുകയും എൻഡിഎയിലെ ഏതെങ്കിലും ഒരു കക്ഷി വോട്ട് മറിക്കുകയും ചെയ്താൽ സ്ഥിതി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കാൻ എൻഡിഎ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. 2019 മുതൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നമ്മുടെ ലോക്സഭയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവസാന മണിക്കൂറുകളിലെ സൂചന അനുസരിച്ച് ഇപ്പോൾ പന്ത് ജഗന്റെ കോർട്ടിൽ തന്നെയാണുള്ളത്. കാരണം ഈ 18 എംപിമാരിൽ 4 എംപിമാർ YSRCPയുടേതാണ്. YSRCP ആവട്ടെ ഇന്ത്യക്കോ എൻഡിഎക്കോ പിന്തുണ ഇതുവരെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ജഗന്റെ 4 എംപിമാർ ആർക്കൊപ്പം നിൽക്കും എന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന രാഷ്ട്രീയം അടിമുടി മാറി മറിഞ്ഞ സാഹചര്യമാണുള്ളത്. ചന്ദ്രബാബു നായിഡു എൻഡിഎയുടെ ഭാഗമാണ്, മോദിക്കൊപ്പം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ജഗൻമോഹൻ റെഡ്ഡി സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.